ഹായ് ഗൈസ്, ഇറ്റ്സ് അലാമിയ ഗെയിമർ. ഇതെൻ്റെ ഒരു പുതിയ അക്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരു 3 വർഷം മുന്നേ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അന്ന് വീഡിയോസൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടീമുണ്ട്. ഞാൻ നോർമലായിട്ടുള്ള കളിക്കാനാണ്. ട്രൂ പാസും പാസുകളും മാത്രം വെച്ച് സ്കില്ലൊന്നും അധികം ഉപയോഗിക്കാതെ കളിക്കുന്ന കളിക്കാരൻ. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ഗെയിം പ്ലേ നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്തത് കാരണം ഞാൻ ഒരു സാധാരണ കളിക്കാരനാണ്. അപ്പോൾ എന്താവും ഏതാവും എന്നൊക്കെ നമുക്ക് കളി കാണുമ്പോൾ അറിയാം. ചിലപ്പോൾ അവൻ അടിച്ചുണ്ടാക്കി തരുമായിരിക്കും, എന്നാലും വാങ്ങിച്ചുകൊണ്ട് സുഖമായിട്ട് ഇരിക്കാനോ അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇത് ആരോ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. പോർച്ചുഗൽ ഋതിക് മലയാളി ആയിരിക്കും. നോക്കാം ആരാ ഉദ്ദേശിക്കുന്നേ എന്ന് നോക്കാം. നമ്മുടെ ഫോർമേഷൻ നിങ്ങൾ കണ്ടതല്ലേ. അവൻ്റെ ഫോർമേഷൻ അത്യാവശ്യം നല്ല ലെജൻസിനെ വെച്ച് കളിക്കുന്ന ടൈപ്പാണ്. ഒരാൾ തലവത്തിൽ നിൽക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്ക് ഇവിടുത്തെ തലവത്തിൽ നിൽക്കുന്ന ഒരാളുണ്ട് അതിനകത്ത്. ഓക്കെ, കക്കകള 104. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവൻ്റെ പ്ലേയിങ് സ്റ്റൈൽ പൊസിഷൻ ഗെയിം തന്നെയാണ്. ഇപ്പം എന്തുവോ അറിയില്ല, പൊസിഷൻ ഗെയിം അത്യാവശ്യം നല്ല രീതിക്ക് എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏതോ കൗണ്ടറാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കൂടെ പൊസിഷൻ ഗെയിം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് പൊസിഷൻ ഗെയിം വെച്ച് നമുക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത് കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രണ്ടുപേരും മാനേജർ ഒരാൾ തന്നെയാണ്. അപ്പോൾ ആരെയാണ് കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാതെന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റും. മിക്കവാറും അവനായിരിക്കും. കാരണം എൻ്റെ ഒരു രീതി പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് നമ്മളങ്ങനെ നല്ല കിടിലൻ പ്ലെയറൊന്നും എനിക്കൊരിക്കലും അവകാശവാദം പറയാൻ പറ്റില്ല. ഒരു നോർമൽ പ്ലെയർ, ആവറേജ് പ്ലെയർ, ഇതൊക്കെ എല്ലാ ഭാഗത്തും പ്രതീക്ഷിക്കാൻ ആവശ്യമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തോ ഭാഗ്യം മാത്രം. എൻ്റെ ഗോൾ കീപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കസലാസ് എന്ന് വിളിക്കുന്നതിനും എനിക്ക് കൂടുതൽ ഇഷ്ടം ബംഗാളി ഗോൾ കീപ്പർ എന്ന് വിളിക്കുന്നതായിരിക്കും. കാരണം പുള്ളി ഒരുപാട് ഷോട്ടുകൾ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ കളിക്കുമ്പോൾ നമുക്ക് ഗോളായിരിക്കുമെന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഷോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി കുറേ സേവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇട്ട പേരാണ് ബംഗാളി ഗോൾ കീപ്പർ. ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ അതുപോലെ തന്നെ തിരിച്ചു പിടിച്ച് കളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ഗ്യാപ്പില്ല കേട്ടാണ്. വണ്ടിക്ക് അത് ഫിസിക് കൊണ്ട് നേരിട്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ അതൊരു ഗോൾ അടിക്കാൻ അവർക്ക് ഷോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ടാകും. ഗോൾ കീപ്പർ നമ്മൾ ബംഗാളി കയറി വന്ന് പിടിച്ചു. സോ അതുകൊണ്ടാണ് ഷോട്ട്. അവരുടെ മിസ് പാസ്സായിരുന്നു, പക്ഷെ എൻ്റെ മിസ് പാസ്സായി. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങിയിരുന്നു. ഓക്കെ, എന്തായാലും ആരോ മെസ്സേജ് കൂടുന്നുണ്ട് കേട്ടോ. ഇന്ത്യ. ഓക്കെ, നമുക്കൊരു ത്രോ പറ്റിയുണ്ട്. ത്രോ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോർണറുണ്ട്. കോർണറിൽ പിന്നെ ത്രോ തന്നെയാണ്.
Well, that is good. Super running, sharp movement. Came up against a defender, though, who was ever so determined. ഓ ഒരു നല്ലൊരു Look at the ഷോട്ട് കാണാൻ space പറ്റും, here. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. Can he ഓ finish? ചെയ്യാൻ പറ്റി ഗൈസ്, Oh, ഗോളടിച്ചു. beautiful! നമ്മൾ ടാക്കിൾ And ചെയ്തു, പക്ഷെ ടാക്കിൾ Portugal ചെയ്തപ്പോൾ ബോൾ score first. മിസ്സായി, തിരിച്ച് കൈയിലോട്ട് തന്നെ No കിട്ടി. space, no problem. കുഴപ്പമില്ല You ഗൈസ്, just നമുക്ക് അടിക്കാൻ cannot പറ്റും, ഗോൾ stop him. അടിക്കാൻ പറ്റും. Yeah, he wouldn't വലിയ adjust, പ്ലെയറൊന്നും അല്ല and it was a എന്നാണ് എനിക്ക് very good തോന്നുന്നത് finish. കളിക്കാൻ I വേണ്ടി. think he'll go away feeling pretty നോർമൽ good about എന്നെ that one. പുറത്തുള്ള ഒരു പ്ലെയറാണ്. എനിക്ക് പക്ഷെ കുറച്ചും കൂടി First goal of the game. അഗ്രസീവായിട്ട് So often the കളിക്കുന്നുണ്ട്. case with goal scorers, little influence, and all of a sudden, bang. McAllister. Now it's Neymar. There will be 1 minute added And it's time. Fernando Torres. Portugal have Half And time the guys. first half to a close. Well, it's a half which has simmered along നല്ല nicely. രീതിക്ക് നമ്മൾ പാസൊക്കെ Moving ഇട്ട് on to കളിക്കുന്നുണ്ട്, what may പക്ഷേ be a more open ഗോൾ second മാത്രം half to പക്കത്തിൽ follow. നിൽക്കുന്നത് കിട്ടുമോ എന്ന് നോക്കാം. കമോൺ ഗൈസ്. surprising at half time because, in truth, they've not really been at it so far. And if the pep talk works, we may see a very different side second half. We need to. So we're just settling back into this second. ഓ ഓ പോസ്റ്റ് പോസ്റ്റ് Now they പോസ്റ്റ് can clear പോസ്റ്റ്. their lines. പക്ഷേ അതൊരു നല്ല ഷോട്ടായിരുന്നു, പക്ഷെ പോസ്റ്റിലടിച്ച് പോയി ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്, നമ്മുടെ ഒരവസ്ഥ. നമുക്കൊരു ക്രോസ് കൊടുത്ത് നോക്കാം. ഓ ക്രോസ് കൊടുക്കാനായിട്ട് അതിന് മുന്നേ നമ്മുടെ ഇത് ബോൾ പോയി ഗൈസ്. പിന്നെ നമ്മൾ എങ്ങനെ ക്രോസ് കൊടുക്കും ഗൈസ്? McAllister. എന്താണ് അവനെ നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. No, that is pretty much the end of that. Oh, important interception. He steps in and ഓ ബെക്കാമിനൊരു നല്ല ഷോട്ടായിരുന്നു അത്. അത് ഗോളിൽ തടഞ്ഞു ഗൈസ്. superbly there. Yeah, he was well placed to deal with that. അയ്യോ, നല്ലൊരു ഗോൾ അടിക്കേണ്ടതായിരുന്നു. സമയം വേണ്ടി നമ്മളിപ്പോൾ ഷോട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും കിട്ടാണ്ടിരിക്കില്ല All he ഗൈസ്. needs to do is to place this between the goalposts. ഗൈസ് ഓ ഓ ദാറ്റ്സ് കുറച്ച് പൊങ്ങിപ്പോയി. നല്ലൊരു ഹെഡായിരുന്നു വന്നത്, പക്ഷെ കുറച്ചങ്ങ് പൊങ്ങി. People worried then. അല്ല അല്ല ശ്ശെ, ശ്ശെ, ശ്ശെ. നോക്കാം, അടുത്ത ചാൻസ് ഉണ്ട്. ചാൻസ് കിടക്കാണ്. 54 മിനിറ്റ് ആയിട്ടുള്ളൂ ഗൈസ്, ടൈമുണ്ട് നമുക്ക്. 2 കൂടി അടിക്കാൻ പറ്റിയാൽ നമുക്ക് 2 അടിക്കാം ഗൈസ്. Rummenigge gets his pass away. And the shot! വീണ്ടും ഒരു നല്ല ഷോട്ടായിരുന്നു, പക്ഷെ Saves it. വീണ്ടും ഗോളി അവർക്കൊണ്ടൊരു ബംഗാളി ഗോൾ കീപ്പർ എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഗൈസ്. ഇപ്പം തന്നെ കുറച്ചായി പുള്ളി ഇങ്ങനെ തടഞ്ഞു തടഞ്ഞേ. It's a decent clearance. Looks for the finish. ബെക്കാമിൻ്റെ ഒരു വീണ്ടും ഒരു ഷോട്ട്, അതും തടഞ്ഞു, അതും തടഞ്ഞിരിക്കുന്നു. സേവ് എന്ന് പറഞ്ഞാൽ ഇജാതി സേവറാണ്. പടക്കം തന്നെയായിരുന്നു വന്നത് കാര്യം, പക്ഷെ എന്തോ നമുക്ക് കൂടി ഭാഗ്യം വേണമെന്നുള്ളത്. അടുത്ത ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. Third corner of the game. ഇപ്പം 3ാമത്തെ കോർണറായിട്ടാണ് നമ്മൾ അടിക്കുന്നത്. Oh, യെസ് യെസ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റും. വാൻഡേക്ക് ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. ഹെഡർ നൈസ് ആയിരുന്നത്. That next goal now is absolutely സെലിബ്രേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, എന്നാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. ഒരു ഗോൾ അടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു മികവും അല്ലെങ്കിൽ അവൻ്റെ ഒരു മണ്ടത്തരവും അല്ലെങ്കിൽ അവൻ്റെ ഒരു കഴിവുകേടും അല്ലേ. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനായാലും അതിനോടൊക്കെ ഒരു Yeah, it's a very good contest. ഗൈസ് നമുക്ക് ഒരു ചാൻസ് കൂടി ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് Individual talent on show. Cristiano Ronaldo! ഗൈസ്. അത് വെറുതെ ആയിപ്പോയി, അത് വ്യാമോഹം എന്ന് പറയുന്ന പോലെ ആയിപ്പോയി ഗൈസ്. റൊണാൾഡോ അത് വെറുതെ പുറത്തോട്ട് അടിച്ചത്. ഒരു കോർണർ പോലും കിട്ടിയില്ല ഗൈസ്. കോർണർ നോക്കാം. India are, of course, in a position to go to the bench should the need arise. Quite squeezed that one through. Well, he got rid because he was under pressure. ഗൈസ് അവരത് ക്ലിയർ ചെയ്ത് കളഞ്ഞു ഗൈസ്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നല്ലോണം അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവന് തന്നെ ഒരു തിരിച്ചടി, ഒരു അടിയൊക്കെ പോലെ തോന്നാം. വീണ്ടും ഒരു കോർണർ കിട്ടി ഗൈസ്, ത്രോ കിട്ടി ഗൈസ്.
ഒരു ത്രൂ. ഓ അതവർ ക്ലിയർ ചെയ്ത് കളഞ്ഞു ഗൈസ്. ത്രൂ എല്ലാവരും അതൊരു ക്രോസ് വെച്ചതാണ്, പക്ഷേ അത് ഒരു കോർണർ വിട്ടിട്ടുണ്ട്. ഓ ഗോൾ ഗൈസ്, ഗോൾ! അത് ഞാൻ കണ്ടില്ല ഗൈസ്, അത് എങ്ങനെ ഗോൾ കയറി. യെസ്, വാവ്, അത് സൂപ്പറായിട്ടുണ്ട്. ഉള്ളിലോട്ട് വീണായിരുന്നു ഗൈസ്, ഗോളിക്ക് കിട്ടിയില്ല ഗൈസ്. എന്ത് ചെയ്യാനത്? അത് ഇജ്ജാതി. അയ്യോ, അവൻ പോലും റിപ്പീറ്റ് അടിച്ച് കാണുന്നുണ്ട്. ഇനി അവൻ ഇട്ടിട്ട് പോയാൽ കളി തോറ്റെന്ന് വെച്ചിട്ടിട്ട് പോയതാണെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും അവൻ വരെ റിപ്പീറ്റ് അടിച്ച് കാണുന്നു. എനിക്ക് ചെറിയൊരു അഭിമാനമായിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇതടുത്ത വീണ്ടും കാലിലോട്ട്. നമുക്കൊരു ഫൗളാണ് കേസ് കിട്ടിയത്. നോക്കാം ഫൗള് നമ്മൾ എത്രത്തോളം വിനിയോഗിക്കും. ഫ്രീ കിക്ക് എടുക്കാം, നമുക്ക് ഫ്രീ കിക്ക് എടുക്കുന്നത് ആരെ കൊണ്ടിട്ടിരിക്കും. നമുക്ക് ബെക്കാമുണ്ട്, പക്ഷെ ബെക്കാമിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ അവൻ പോസ് ചെയ്തു കേസ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പ്ലേയേഴ്സൊക്കെ ആവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. എംബാപ്പേനെ നമ്മൾ സബ്ബിറക്കിയതാണ്, ബെച്ചമ്മ സബ്ബിറക്കിയതാണ്. ഇതൊക്കെ ഓട്ടോ സബ്ബാണ് ഗെയിം. ഞാനായിട്ടൊന്നും ആരും ഇറക്കാറില്ല. അതൊക്കെ അതങ്ങനെ കളിക്കാനുള്ളൊരു ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കളി ഇങ്ങനെ മൂടായി നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ അതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോ സബ്ബ് കാര്യങ്ങളൊക്കെ വിട്ടേക്കുന്നത്. ഞാൻ വെക്കാൻ അടിപ്പിച്ച് നോക്കാം ഗൈസ്. ചിലപ്പോൾ ഇവിടെ നിൽക്കണ ഈ വൻമതിലുകൾ തട്ടും. ഓ അവരത് ക്ലിയർ ചെയ്ത് വിട്ടു ഗൈസ്. ഓ ഗൈസ്, ഓ ഭാഗ്യം ഗൈസ്, അവിടെ ലാഗ് വന്നു ഗൈസ്. ലാഗ് വന്നപ്പോൾ അവനും അത് ലാഗായി വന്നു പോയിരുന്നതാണ്. അല്ലെങ്കിൽ അത് പുറത്തു പിടിച്ച് കളയേണ്ട ഒരു ആവശ്യമില്ല. ഇജാതി ഒരു സുവർണ അവസരം കൊണ്ട് മിസ്സാക്കി കളഞ്ഞിരിക്കുന്നു നമ്മുടെ ഓപ്പണൻറ്റ് ഋത്തിക്. ഓ നല്ലൊരു ത്രൂ ഒക്കെ കിട്ടിയതായിരുന്നു നമുക്ക്, പക്ഷേ ത്രൂ വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതേ പിന്നെ കവണിട്ട് കളിക്കണ്ട. ആ ത്രൂ എന്തായാലും എടുക്കാൻ പോകുള്ളൂ ഗൈസ്. ഓ ഗൈസ് 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 കിട്ടി ഗൈസ്, കിട്ടി കിട്ടി കിട്ടി. ഗോൾ സെലിബ്രേഷൻ ഗൈസ്, വീണ്ടും തേർഡ് വൺ. ആ ഗോളിനെ കയറ്റി കൊണ്ടുവന്നു തുടർന്ന് സ്റ്റോപ്പ് ചെയ്ത്. അതെപ്പോഴും പലപ്പോഴും ആവാറില്ല. ഇതിപ്പോൾ എന്താ ഭാഗത്ത് വായിക്കാൻ കഴിയുന്നത്. അവരെന്താ നിർത്തി പോകാൻ ചാൻസ് ഇല്ല. അവൻ നല്ലൊരു കളിക്കാനാണ്, നിർത്തിപ്പോയില്ല. വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് നമ്മുടെ ഒരു ഹാഫായിട്ട് നമുക്ക് കൂട്ടാം ഗൈസ്. 3 ഗോൾ വന്നത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. 6 മിനിറ്റാണ് എക്സ്ട്രാ ടൈം വന്നിരുന്നത് ഗൈസ്. 6 മിനിറ്റ് എക്സ്ട്രാ ടൈം പറയുമ്പോൾ അത്യാവശ്യം നല്ല ടൈമുണ്ട് ഗൈസ്. അവനൊരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഹാളിനോട് വീട് പോയി. വീട് പോയത് കൊണ്ട് അത് ഗോളായില്ല ഗൈസ്. അല്ലെങ്കിൽ കുഴപ്പമുള്ളതൊരു ഗോള്, പക്ഷെ നമ്മുടെ ബംഗാളി ഇപ്പോഴും അവിടെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് ഗൈസ്, സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇത് മിക്കവാറും ലാസ്റ്റായിട്ടൊരു ഗോൾ കിക്ക് ആയിരിക്കുള്ളൂ. ഇപ്പോൾ അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അടുത്ത ടൈം ആവും, കളി കഴിയാനുള്ള ടൈം ആവും എന്നാണ് തോന്നുന്നു. ഓ നല്ലൊരു മുന്നേറ്റം വരുന്നു, നല്ലൊരു അറ്റാക്കിങ് ആയിരുന്നു. ഓ പക്ഷെ നമ്മുടെ ബംഗാളി ഗോൾ കീപ്പർ, ഓ യെസ്, നമ്മൾ വിജയിച്ചു ഗൈസ്. സപ്പോർട്ട് ചെയ്യാപ്പോൾ ഇതുപോലത്തെ ഗെയിം പ്ലേസ് ഒക്കെ ഉണ്ടാവും. ഇനി ഞാൻ ഒരിക്കലും ഞാൻ നല്ലോണം കളിച്ചു എന്നൊന്നും പറയില്ല, പക്ഷേ എൻ്റെ ആവറേജ് കളി ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഗൈസ്. ഇതുപോലത്തെ വീഡിയോസ് ഇനി ഉണ്ടാവും.